welcome to Safia Future Academy Board Booster Series. We already integration last class we discussed integration equations already then integration substitution method questions important method integration by substitution method already discussing integration by substitution ടേമിന്റെയാണോ അവരുടെ ഡെറിവേറ്റീവ് ഉള്ളത് ആ ടേമിന് നോക്കി നമ്മൾ എന്ത് ചെയ്യുക ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ 1 മാർക്ക് നൽകി 1 വരെ നമുക്ക് ആൻസർ പറയാം എന്തായിരിക്കും ആൻസർ ലോഗ് മോഡുലസ് എഫ് ഓഫ് എക്സ് ആണ് ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ് 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് സൈൻ എക്സിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് എക്സ് ആണെന്നും കോസ് എക്സിന്റെ ഇന്റഗ്രല് സൈൻ എക്സ് ആണെന്നും നമ്മൾ ഡെറിവേറ്റീവിൽ നിന്ന് തന്നെ പഠിച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്തു ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് സീക്ക് എക്സ് ആണ് അപ്പൊ ടാന് കോട്ട് സീക്ക് കോസിക്ക് അതെല്ലാം ലോഗ് വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞ റൂളാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് അപ്പൊ കോട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു ലോഗ് മോഡുലസ് സൈൻ എക്സ് ആണ് സീക്ക് എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കോട്ട് എക്സിന്റെ കൊസീക്ക് എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ പ്രോബ്ലംസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് cos square x dx എങ്ങനെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നമ്മള് ഈ സൈൻ ക്യൂബിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇൻടു സൈൻ എക്സ് എന്ന് കൊടുത്തു സൈൻ ക്യൂബിനെ സൈൻ സ്ക്വയർ എക്സ് ഇൻടു സൈൻ എക്സ് എന്ന് കൊടുത്തു അപ്പൊ ഇവിടെ ഈ സൈൻ എക്സ് ഡി എക്സ് ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നുണ്ട് സൈൻ എക്സ് ഡെറിവേറ്റീവ് ആയിട്ട് വരണം അപ്പൊ നമ്മൾ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് എളുപ്പം കോസ് എക്സിന് നമ്മൾ ഒരു ടി എന്ന് കൊടുത്താൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാണ് മൈനസ് സൈൻ എക്സിന് നമുക്ക് ഡി ടി ബൈ ഡി എക്സ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി ടി എന്ന് കൊടുക്കാം അപ്പൊ സൈൻ എക്സ് ഡി എക്സിന് നമുക്ക് മൈനസ് ഡി ടി എന്ന് കൊടുക്കണമെങ്കിൽ കോസ് എക്സിന് ടി എന്ന് കൊടുക്കണം അപ്പൊ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയാൻ അത് ടി സ്ക്വയർ ആവും പക്ഷെ ഇവിടെ ആദ്യം ഒരു സൈൻ സ്ക്വയർ കിടക്കില്ലേ അപ്പൊ ആ സൈൻ സ്ക്വയറിനെ കൂടെ നമ്മൾ ആരുടെ ടേമിലോട്ട് മാറ്റുക കോസിന്റെ ടേമിൽ മാറ്റുക നമുക്കറിയാമല്ലോ ട്രിഗണോമെട്രിക് ഇക്വേഷൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സോ ഇറ്റ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് into cos square x sin x dx എന്ന് കൊടുക്കാം ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ cos x ന് t കൊടുക്കാം അപ്പോൾ ഇന്റഗ്രൽ 1 മൈനസ് ടി സ്ക്വയർ ഇൻടു ടി സ്ക്വയർ sin x dx എന്ന് പറയുന്നത് മൈനസ് ഡി ടി മൈനസ് ഔട്ട്സൈഡിൽ കിടക്കട്ടെ ഈ ടി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ടി സ്ക്വയർ മൈനസ് ടി റൈസ് ടു 4 എന്ന് വരും സോ ഇറ്റ് ഈസ് t cube by 3 minus t raised to 5 by 5 plus c this is the answer ഈ t ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കണം മൈനസ് t cube by 3 cos cube x by 3 minus cos raised to 5x by 5 എന്ന് എഴുതിയാൽ അതിന്റെ ആൻസർ ആയി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലംസിലോട്ട് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പലതവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അതായത് ഇന്റഗ്രൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് എ ഡി എക്സ് ഈ ക്വസ്റ്റൻ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് ഇതിന്റെ ഡെറിവേറ്റീവ് അവിടെ വരികയാണ് ഒരു കൺഫ്യൂഷൻ വരും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ ഇവിടെ ഈ എക്സ് പ്ലസ് എ അതിനൊരു ടി എന്ന് കൊടുക്കാം എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് a is a constant so its derivative becomes 0 and this one is equal to dt by dx or dx is equal to എത്രയാണ് dt എന്ന് പറയും അപ്പോൾ ഈ x plus a ക്ക് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം t കൊടുക്കാം
അപ്പൊ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ടിയുടെ ടൈമിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എല്ലാ വേരിയബിളും ടിയുടെ ടൈമിൽ അറിയാം. ഈ എക്സ്പ്രസ് എക്ക് പകരം ഈ കിടക്കുന്ന എക്സ്പ്രസ് എക്ക് പകരം ഏത് കൊടുത്തു നമ്മൾ ടി കൊടുക്കുമ്പോൾ ഈ ന്യൂമറേറ്ററിൽ ഒരു എക്സ് കിടക്കുന്നേ ആ എക്സോട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് പറയാം എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് പറയാം ടി മൈനസ് എ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും ഈ ഇന്റഗ്രല് സൈൻ എക്സ് മാറ്റി എന്താക്കി നമ്മള് ടി മൈനസ് എ ഡിവൈഡഡ് ബൈ സൈൻ ടി ഡി എക്സ് മാറി ഡി ടി ആയി. ഇപ്പൊ അവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഫുള്ളി ഡിലീറ്റഡ് ആയി. എല്ലാം ആരുടെ ടേമിൽ വന്നിരിക്കുന്നു നമുക്ക് ടിയുടെ ടേമിൽ വന്നു. എ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്റഗ്രേഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോഷ്യന്റ് റൂൾ ഇല്ല. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സോ ദിസ് ന്യൂമറേറ്റർ ഈസ് ഇൻ ദ ഫോം sin x minus y. In trigonometry, what's the equation for sin x minus y? Sin x cos y, sin x cos y minus cos x sin y. അതാണ് sin x minus y ഇക്വേഷൻ ട്രിഗണോമെട്രിയുടെ. ആൻഡ് ഡിവൈഡഡ് ബൈ sin t dt. ഇനി ഓരോ ടൈമിനെയും ഒന്ന് ഡിവൈഡ് ചെയ്ത് sin t cos a by sin t. sin t കട്ടായിട്ട് അവിടെ ഒരു cos a മാത്രം വരും. cos t by sin t എടുക്കുമ്പോൾ ഒരു cot t യും വരും, sin a യും വരും. ഇവിടെ ഒരു dt കൊടുക്കും. ഇനി സാധാരണ പോലെ ഇന്റഗ്രേഷൻ കൊടുക്കാം. cos a is a constant. ഇവിടുത്തെ ഇന്റഗ്രേഷൻ വേരിയബിൾ dt ആണ്. അപ്പൊ 2 മാത്രം വന്ന് അതിന്റെ ഇന്റഗ്രൽ 2t എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ cos a is a constant. So what's the integral of cos a? Cos a into t. So first term t into cos a minus sin a is a constant. So take it outside. What's the integral of cot x? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? ലോഗ് മോഡുലസ് സൈൻ എക്സ് പ്ലസ് സി. എല്ലാം നമ്മൾ ടിയുടെ ടൈമിലാണല്ലോ. ഇനി ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കാം. ടി എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ. സോ എക്സ് പ്ലസ് എ കോസ് എ മൈനസ് സൈൻ എ ലോഗ് മോഡുലസ് സൈൻ എക്സ് പ്ലസ് എ എന്ന് എഴുതിയ ആൻസറായി. നമുക്ക് പലതവണ ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ആർക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്? എക്സ് പ്ലസ് എക്ക് നമ്മൾ ഒരു ടി കൊടുത്തു. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? നമുക്ക് ടി മൈനസ് എ ആയി. ഡി എക്സും ഡി ടിയും ഈക്വൽ ആണ്. അപ്പൊ ഇനി കോഷ്യന്റ് റൂൾ ഇല്ല. ഓരോ ടേമിനെ നമ്മൾ ആ സൈൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ആൻസറിലോട്ട് എത്തിയിരിക്കും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇന്റഗ്രൽ 1/1 പ്ലസ് tan x. tan x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം sin x by cos x ആണ് അല്ലെ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൊടുത്താൽ 1/1 പ്ലസ് sin x by cos x. ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് ആർക്കാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ അതിന് ചില സ്പെഷ്യൽ കേസസുകളാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെ മാറ്റാം? ഈ tan x നെ നമ്മൾ sin x by cos x ഫോമിലേക്ക് മാറ്റിയാൽ ഈ cos x ഇവിടെ ക്രോസ് ചെയ്ത് എടുക്കുമ്പോൾ cos x plus sin x ഡിവൈഡഡ് ബൈ cos x വരും. ആ cos x നേരെ ന്യൂമറേറ്ററിലോട്ട് എഴുതിയാൽ എങ്ങനെ വന്നു നോക്കാം? cos x ഡിവൈഡഡ് ബൈ cos x പ്ലസ് sin x dx എന്ന് കൊടുക്കാം. ഇപ്പോഴും പ്രത്യേകിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലോട്ടൊന്നും വന്നിട്ടില്ല. ഈ ക്വസ്റ്റൻ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. അതായത് ഇപ്പൊ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേം cos x പ്ലസ് sin x ആയതുകൊണ്ട് ന്യൂമറേറ്ററിലും നമ്മൾ ഈ cos x പ്ലസ് sin x അങ്ങ് കൊണ്ടുവരുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു sin x അവിടെ ആഡ് ചെയ്തു. ഈ sin x ആഡ് ചെയ്യുമ്പോൾ ആ ന്യൂമറേറ്റർ sin x മൈനസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ടൈം ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ വീണ്ടും അവിടെ sin x ഒറ്റയ്ക്കാവും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒരു cos x കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇവിടെ cos x മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു sin x നമ്മൾ ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്തു. പക്ഷെ ഒരു കാര്യമാണ്, അതിന്റെ കൂടെ ഒരു cos x കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ടു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വെറുതെ ഒരു cos x ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ബാലൻസ് ആവണില്ല. കാരണം sin x ഉം മൈനസ് sin x ഉം കട്ടാവും. പക്ഷെ cos x ഉം cos x ഉം കൂടെ ഒരു 2 cos x വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തേക്കണം? നമ്മള് ഒരു 1/2 കൂടെ കൊടുത്താൽ ഇപ്പൊ ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ രണ്ട് ടേം ആയിട്ട് ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 1/2 ഇന്റഗ്രൽ cos x plus sin x by cos x plus sin x becomes 1
And the next term is cos x minus sin x divided by cos x plus sin x. So it is 1/2. What's integral of 1 becomes x. ഇപ്പൊ നോക്കാം, ഇത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട, ഡയറക്റ്റ് ആൻസറിലോട്ട് പോകാം. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് ഇതിന്റെ ആൻസറിനെ എങ്ങനെ കൊടുക്കാം നമുക്ക്? ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ, അതായത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി എന്ന ആൻസർ കൊടുക്കാം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട എല്ലാ ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് എന്തുണ്ടാവണമെന്നില്ല. ആർക്കാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ വേണമെന്നില്ല. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും അതിന് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അതിന്റെ ഒരു സ്പെഷ്യൽ കേസസ് ആണ്. അപ്പൊ ഇത് 1 പ്ലസ് ടാൻ എക്സിന് പകരം 1 പ്ലസ് കോട്ട് എക്സ് ആവാം. അപ്പൊ സൈൻ ബൈ കോസ് എടുത്തതിന് പകരം നിങ്ങൾ കോസ് ബൈ സൈൻ എടുത്താൽ മതി. ചിലപ്പോൾ 1 മൈനസ് ടാൻ എക്സ് ആവാം. അപ്പൊ ആ മോഡലിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ പറഞ്ഞ ചെറിയ ഒരു റീഅറേഞ്ച്മെന്റ് ന്യൂമറേറ്റർ നടത്തിയ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നമ്മുടെ ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഇത് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന 1 പ്ലസ് എക്സ് സ്ക്വയറിന് ടി കൊടുത്താൽ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇതിന്റെ അങ്ങനെ നോക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയില്ലേ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ വന്ന എന്തായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്? നമുക്ക് ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ. അപ്പൊ എത്രയായിട്ട് ആൻസർ? ലോഗ് മോഡുലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് അതിന്റെ ആൻസർ കൊടുക്കാം. അപ്പൊ ഈ വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ്. ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും? ലോഗ് എക്സിന് കൊടുക്കാം. എന്തുകൊണ്ടാ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണല്ലോ നമ്മുടെ ഇന്റഗ്രേഷൻ. അപ്പൊ ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞ് വേർഡ്സിനെ കൊടുത്തപ്പോൾ ഇന്റഗ്രൽ സിമ്പിളും ഡി എക്സും കാണില്ല. അല്ലാതെ ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞ് മാത്രം ഇവാലുവേറ്റ് എന്ന് പറയുമ്പോഴാണ് ഇന്റഗ്രൽ സിമ്പിൾ ഉള്ളൂ. ഇന്റഗ്രൽ സിമ്പിൾ ഉണ്ടെങ്കിൽ ഒന്ന് ഡി എക്സ് തന്നിട്ടുണ്ടാവുള്ളൂ. ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വേർഡ്സിനാണെങ്കിൽ ആ സിമ്പിൾ കാണില്ല കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ലോഗ് എക്സിന് ഒരു ടി കൊടുക്കാം. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x dx ആണ്. അപ്പോൾ ഇത് ഡി ടി ആവും. അപ്പോൾ ഇന്റഗ്രൽ എങ്ങനെ വന്നു? നമുക്ക് ലോഗ് എക്സ് എന്ന് പറയുന്നത് ടി അല്ലേ. സോ ഇത് ടി സ്ക്വയർ 1/x dx. നോക്കുക, ഇത് dx by x, അതിന് ഒരുമിച്ച് ഡി ടി കൂടെ കൊടുക്കാം. എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യുന്നത് നോക്കി. ടിയുടെ ടി സ്ക്വയർ ആണ്. ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എത്രയാണ്? t³/3 + c. ടിക്ക് പകരം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കാം. എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ? log x the whole cube divided by 3 plus c എന്ന ആൻസർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/x plus x log x. ഇതിനെ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ചെയ്യാം. ഇന്റഗ്രൽ 1/ ഇവിടെ ഒരു x കോമൺ ആയിട്ട് അങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇത് 1 plus log x ആവും. 1/x into 1 plus log x. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആർക്കാണ്? ഈ 1 plus log x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവായ 1/x dx ആണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഇക്വേഷൻ ആണ് വരുന്നതെന്ന് പറഞ്ഞാൽ dt divided by t എന്ന് വരും. 1/t യുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് log t. So the final answer log modulus t എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്? 1 plus log x. ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് 1/x ന്റെ ഫോമിലേക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതിയില്ലേ? അപ്പൊ എന്താണ് 1/x divided by 1 plus log x. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞ റോ വന്നു. ഈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്തായിട്ട് കൊടുക്കാം? ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ എന്ന് കൊടുത്താൽ. അപ്പൊ ആ റോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ച് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഓർത്തിരുന്നത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്റഗ്രൽ 1/x log x the whole raised to m dx. ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? നമ്മള് log x ന് തന്നെ കൊടുക്കാം. കാരണം log x ന് t കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവായ 1/x dx എന്ന് പറയുന്നത് എത്രയാണ് അവിടെ? അതാണ് നമ്മുടെ dt. അപ്പോൾ ഈ 1/x dx ഇന്റഗ്രൽ സിമ്പിൾ ഇടുമ്പോൾ dx കൂടെ വരും. അപ്പൊ 1/x dx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt കൊടുക്കാം. ഡിവൈഡഡ് ബൈ log x ന് t കൊടുത്താൽ ഇത് t raised to m ആവും. So that's equal to t raised to minus m dt. What's the integral of t raised to minus m? t
raised to minus m plus 1 by minus m plus 1 plus c. t ക്ക് പകരം നമ്മൾ ഏത് വാല്യൂ തിരിച്ചു കൊടുക്കാം? log x കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ ആയി e raised to tan inverse x divided by 1 plus x square dx. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഇതൊക്കെ പറയാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാലോ ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇക്വേഷൻ അറിയാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആർക്ക് കൊടുക്കണ്ടേ? tan inverse x ന്. എന്തുകൊണ്ടാണ്? tan inverse x ന്റെ ഡെറിവേറ്റീവ് ആരാ? 1/1 plus x square ആണ്. അപ്പൊ tan inverse x ന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പറയാം ആ tan inverse x ന് ഒരു t കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ആയ 1/1 plus x square അവിടെ ഉണ്ട്. അപ്പോൾ ഈ tan inverse x ന് ഒരു t കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 plus x square dx. So that's equal to dt. അപ്പോൾ ഈ ഇന്റഗ്രൽ എങ്ങനെയായിട്ട് മാറി? നമുക്ക് e raised to t dt. What's the integral of e raised to x? e raised to x തന്നെയാണ്. So what's the integral of e raised to t? e raised to t plus c. So the last answer e raised to tan inverse x plus c എന്ന അതിന്റെ ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എഴുതുന്നത് e raised to 2x ഉണ്ട്, e raised to minus 2x ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായിരിക്കും അതിന്റെ ഇന്റഗ്രൽ? ഇപ്പൊ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ച് നോക്കിയാൽ വളരെ സിമ്പിളാ. ഒന്ന് നോക്കൂ, ആ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ കിടക്കുന്നതിന് ഒരു 2 വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം e raised to 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? e raised to 2x into 2. e raised to minus 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? e raised to minus 2x into ഒരു minus 2 കൂടെ വരും. ആ ഒരു 2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവിലെ ന്യൂമറേറ്ററിന് ഒറ്റ സ്റ്റെപ്പിൽ അതിന്റെ ആൻസർ കിട്ടി. ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ കൊടുത്താൽ മതി. അല്ലെ, നോക്കൂ എന്താ പറയുക? ഡിനോമിനേറ്റർ e raised to 2x plus e raised to minus 2x. ഇതിനാണ് നമ്മൾ t കൊടുത്തത്. പക്ഷേ ഡെറിവേറ്റീവ് ഓഫ് e raised to 2x e raised to 2x into 2. പക്ഷേ ഡെറിവേറ്റീവ് ഓഫ് e raised to minus 2x e raised to minus 2x into minus 2. ഇതൊരു 2 ഔട്ട്സൈഡോട്ട് എടുത്താൽ 2 into e raised to 2x minus e raised to minus 2x dx. That's equal to എത്രയാണ് കിട്ടിയത്? നമുക്ക് dt വന്നില്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്നതല്ലേ നമ്മുടെ ന്യൂമറേറ്റർ വന്നിരിക്കുന്നത്? ഈ dt ഈ 2 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 1/2 ഇന്റഗ്രൽ dt by t കിട്ടും. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 1/2. What's the integral of log 1/t? It is log t plus c. സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കാം. log മോഡുലസ് t ക്ക് പകരം e raised to 2x minus plus e raised to minus 2x എന്ന് വരും. അപ്പൊ ഞാൻ ആ പഠിപ്പിച്ചിരിക്കുന്ന ആ മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരുന്നോണം. ഏത് മെത്തേഡാണ്? ഇന്റഗ്രല് f dash of x by f of x is equal to log മോഡുലസ് f of x. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലാണെങ്കിൽ താങ്കൾ ക്വസ്റ്റ്യൻ നമുക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു കോഷ്യന്റെ റൂളാണ്, അല്ലെങ്കിൽ എന്തൊരു കോഷ്യന്റെ ആയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ ആ പറയുന്ന ഒറ്റ മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരൊറ്റ ഇക്വേഷൻ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്യാൻ മതി, ഈസി ആയിട്ട് ആൻസറിലോട്ട് വരും. കാരണം 6 cos x, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എത്ര വരും? നമുക്ക് 6 into cos x ന്റെ ഡെറിവേറ്റീവ് minus sin x, 4 sin x. അപ്പൊ അത് 4 into sin x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos x. അപ്പൊ ഇവിടെ ഒരു 2 കോമൺ ആയിട്ട് ഈ ഡിനോമിനേറ്ററിൽ ഒരു 2 കോമൺ ആയിട്ട് മാറ്റുക. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എന്താവും? 3 cos x plus 2 sin x ആവും. അതിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ ഒരു 2 നമ്മൾ മാറ്റി. അപ്പൊ ഒരു 1/2 ഔട്ട്സൈഡിലുണ്ട്. ബാക്കി നമുക്ക് ലോഗ് മോഡുലസ് ഡിനോമിനേറ്റർ കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്ത ആ ഡിനോമിനേറ്ററിന് t കൊടുത്താല് ആ ഒരു 2 കോമൺ ആയിട്ട് മാറ്റിയിട്ട് അതിനൊരു t കൊടുത്താൽ ആ dt ആണ് ന്യൂമറേറ്റർ വരും. അപ്പോഴും dt ഡിവൈഡഡ് ബൈ f dash of x ന്റെ ഇക്വേഷൻ വരും. അപ്പൊ നമുക്ക് ആൻസർ പറയാം ലോഗ് മോഡുലസ് f of x. cos root x by root x ആർക്കായിരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? നമ്മള് root x ന് ഒരു t കൊടുത്താൽ what's the derivative of root x? 1/2 root x dx equal to dt അല്ലെ? അതിൽ നമുക്ക് പറയാം 1/root x dx is equal to
2dt എന്ന് പറയാം. അപ്പോൾ ഈ ഇന്റഗ്രൽ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. ഈ dx ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഉണ്ടോ, dx ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം 2dt. അപ്പോൾ ഇന്റഗ്രൽ കോസ് റൂട്ട് എക്സ് അല്ലേ, അപ്പൊ ഇത് കോസ് ടി dx ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് 2dt. 2 is a constant, so take it outside. cos x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് sin x ആണ് പ്ലസ് c. so the last answer is 2 sin t എന്ന് പറയുന്നത് എത്രയാണ് ഇതുപോലെ വന്നു. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ്. ആ ലോഗിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് നന്നായിട്ട് അതിന്റെ ആൻസറുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസുകളാണ് അതിനകത്ത് വരുന്നത്. ഇവിടെ നോക്കൂ 1 പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ സൈൻ എക്സ്, 1ന്റെ ഡെറിവേറ്റീവ് 0, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇപ്പൊ മൈനസ് കൂടെ കിട്ടുക, അപ്പൊ ഔട്ട് സൈഡ് ഒരു മൈനസ് ഇടുക, ആ മൈനസിലേക്ക് കൊടുത്ത ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആയി ന്യൂമറേറ്ററിൽ, അപ്പൊ ആൻസർ ലോഗ് മോഡുലസ് ഡിനോമിനേറ്ററിൽ ആൻസർ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. 1 പ്ലസ് ടാൻ എക്സ് ചെയ്തതാണ്. 1 പ്ലസ് ടാൻ എക്സിന് നമ്മൾ എങ്ങനെ ചെയ്ത് ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആക്കി, കോസ് എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സൈൻ എക്സ് ആകാൻ സബ്ട്രാക്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്തു. അതേ പ്രോസസ് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ 1 മൈനസ് ടാൻ എക്സ് ആകുമ്പോ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സിന്റെ ഇക്വേഷനിൽ ചെയ്താൽ മതി. അതും ഒരു ടൈം പറഞ്ഞു വരും, ബാക്കി ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻ എക്സ് ബൈ കോസ് എക്സ് വരും. നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അനുസരിച്ച് ഏതാണ് റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് എക്സ്. ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത ഇതാണ്, നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യില്ല മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ ടാൻ എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ ആര് വേണം നമുക്ക് അവിടെ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയ സീക് സ്ക്വയർ എക്സ് വേണമല്ലോ, പക്ഷെ ആ സീക് സ്ക്വയർ എക്സ് ഇല്ല. ഇനി ബാക്കി സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് കോസ് എക്സ്, പക്ഷെ അത് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ന്യൂമറേറ്ററിലല്ല, അത് ഡിനോമിനേറ്ററിലാണ് പറയുന്നത്. അപ്പൊ സൈൻ എക്സിനോ കോസ് എക്സിനോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ആയ സൈൻ എക്സ് ഓർ കോസ് എക്സ് ന്യൂമറേറ്ററിൽ ഇല്ല, ഡി എക്സിന്റെ കൂടെ ഇല്ല. പിന്നെ പറ്റുന്നത് ടാൻ എക്സ് ആണ്. ടാൻ എക്സിന് നമ്മൾ ടി കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് വേണം, അതില്ല. ഇപ്പൊ നമ്മൾ തൽക്കാലം ടാൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയ സീക് സ്ക്വയർ എക്സ് അവിടെ വരുത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ കൊടുക്കാം ഇന്റഗ്രൽ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് എക്സ്. ഒരു സീക് സ്ക്വയർ എക്സ് അതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അത് മൾട്ടിപ്ലൈ കൊടുക്കുക. Okay, so this integral become root tan x into sec square x divided by sin x cos x. ഈ sec square നമ്മൾ എങ്ങനെ കൊടുക്കാം 1 by cos square എന്ന് കൊടുക്കാം. ആ sec square നമ്മൾ 1 by cos square കൊടുക്കാം. ഈ ഒരു cos അങ്ങ് കട്ടായി, ബാക്കി ഇവിടെ sin x by cos x, അപ്പൊ അത് tan x ആയി. So this becomes integral root tan x sec square x divided by sin by cos x, അതായത് tan x എന്ന് കിട്ടും. ഈ റൂട്ട് ടാൻ എക്സും ഈ ടാൻ എക്സും കൂടെ ക്യാൻസൽ ചെയ്താൽ ഈ ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് ടാൻ എക്സ് കിട്ടില്ലേ. നമ്മുടെ ലോഗിന്റെ ഇക്വേഷൻ പറഞ്ഞ സെയിം ടൈമിൽ ഞാൻ മറ്റൊരു ഇക്വേഷൻ കൂടെ പറഞ്ഞു തന്നിരുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് വന്നാൽ അതിന് എങ്ങനെ വരുന്നു, അതിന്റെ ആൻസർ വരുന്നത് 2 റൂട്ട് എഫ് ഓഫ് എക്സ്. ഇവിടെ നോക്കൂ, ഈ ടാൻ എക്സിനെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ സീക് സ്ക്വയർ എക്സ് വരിക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് ആൻസർ കൊടുക്കാം നമുക്ക് 2 റൂട്ട് ടാൻ എക്സ് എന്ന് കൊടുക്കാം. f dash of x by root f of x is equal to 2 root f of x. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമിൽ നമുക്ക് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിക്കാം. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പൊ ഇവിടെ ആർക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം tan inverse x raised to 4. ആ ബ്രാക്കറ്റ് കിടക്കുന്ന മൊത്തം ടേം ഉണ്ടല്ലോ അതിലൊരു 2 കൊടുക്കാം. പക്ഷെ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1 by 1 plus x square. So what's the derivative of tan inverse x raised to 4? 1 by 1 plus x raised to 4 in the square.
into x raised to 4 ന്റെ ഡെറിവേറ്റീവ് 4x cube dx. ഇവരെ നമ്മളുടെ ക്വസ്റ്റ്യന്റെ രീതിയിലോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ ഇവിടെ ഒരു ഇന്റഗ്രൽ സിമ്പിൾ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു dx ഉണ്ട്, ഇവിടെ ഒരു x ക്യൂബ്, ഒരു dx by 1 plus x raised to 8. മാത്രമേ ഒന്ന് അറേഞ്ച് ചെയ്തേ, x ക്യൂബ് dx by 1 plus x raised to 8. ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ ഇത് dt by 4 ആവും. അപ്പോൾ ഈ ഇന്റഗ്രൽ എങ്ങനെ ഒരു നോക്കാം, ഇന്റഗ്രൽ ഇത് sin ti, sin tan inverse x raised to 4 ti, അപ്പോൾ sin t x cube dx by 1 plus x raised to 8 എന്ന് പറഞ്ഞാൽ അത് dt by 4 ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെ കൊടുത്താൽ മതി, dt by 4. So take 1 by 4 outside. What's the integral of sin t? It is minus cos t plus c. So minus 1 by 4 cos t ക്ക് പകരം ഏത് കൊടുക്കാം നമുക്ക്, tan inverse x raised to 4 എന്ന് കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബോർഡ് എക്സാമിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഇന്റഗ്രൽസ് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് പ്രോബ്ലംസിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇവരെ ഓൾറെഡി നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ ഇക്വേഷൻസുകൾ ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് 1 മാർക്കിനേ ഉള്ളൂ. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. അതിന്റെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസുകളും ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.